ഇനി ഒരു അതായത് നേരത്തെ പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നൊരു കാര്യമാണ്. ഈ സന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സന ആ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതെ അത് നമ്മൾ പല ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ ആ കഴിഞ്ഞ ദിവസം പോക്കിരി അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നത് കണ്ടു. ആ അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്താണ് ഈ സന അതെ മാനുസ്ക്രിപ്റ്റ്? ആ അതായത് ഈ സന എന്ന് പറഞ്ഞാൽ യമനിലൊരു സ്ഥലമാണ്. അവിടെ ഉം, ഒരു പഴയ പള്ളിയാണെന്ന് തോന്നുന്നു. അതിന്റെ ആ, അത് റിനോവേഷനുമായി ബന്ധപ്പെട്ട് അത് ഉം, പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ കുറെ ആൾക്കാർ അതിന്റെ ചരിത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫാക്ച്വലി ആണെങ്കിൽ വിക്കിപീഡിയയിലുണ്ട് സന ഉം, മാനസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ചരിത്രം. അത് നിങ്ങൾ അവിടെ നോക്കി പരിശോധിക്കും. ഞാൻ പറഞ്ഞു ഉം, കഴിഞ്ഞാൽ തെറ്റിപ്പോകും. എന്തായാലും ഉം, അവര് അവിടെ എന്തോ ക്ലീനിങ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്തോ എന്തോ ഉം, അവര് ഒരു ആ, ഇതുപോലത്തെ കുറെ എഴുത്തുകുത്തുകൾ അവർക്ക് കിട്ടി, കൈയെഴുത്ത് പ്രതി ഉം, കിട്ടി. ഉം, ഇതിനെയാണ് സന മാനസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഉം. ഇപ്പോ ഇങ്ങനെ നിരവധി ഒരുപാട് കൈയെഴുത്ത് പ്രതികൾ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഇത് അതെ. ഇത് യമനിലെ സനയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കൈയെഴുത്ത് പ്രതികളിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കൈയെഴുത്ത് പ്രതികളിൽ ഉള്ളതിനേക്കാളും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ഉം, ഒരു ഭാഗമുണ്ട്. അതായത് ഉം. സന മാൻസ്ക്രിപ്റ്റിന്റെ അതെ. അതിന്റെ ചിത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ചിലതൊക്കെ കോപ്പിറൈറ്റഡ് ആയിരിക്കും. മറ്റേ വിക്കിപീഡിയയിലുള്ള ചിത്രങ്ങളും ചിലപ്പോൾ ആണ്. കോപ്പിറൈറ്റഡ് ആയിരിക്കും. എന്തായാലും കാണിക്കാൻ പറ്റുമെങ്കിൽ ലിങ്ക് കാണിക്കാം. ലിങ്ക് ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. ആ, ആ. ആ, അല്ല ചുമ്മാ സന ഞാൻ ആ, ഞാൻ സന ഞാൻ മാൻസ്ക്രിപ്റ്റ് എടുത്തോളാം എന്ന് ഞാൻ അടിച്ചാൽ മതി. എടുത്തോളാം യെസ് ഞാൻ എടുത്തോളാം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം, കയ്യെഴുത്ത് പ്രതിയാണ്. മുഹമ്മദിന്റെ ആ കാലഘട്ടത്തോട് അടുത്തുള്ള സമയത്ത് എഴുതപ്പെട്ടു എന്ന് ഇതൊക്കെ കയ്യെഴുത്ത് പ്രതിയാണ്. ഈ ഉം, കയ്യെഴുത്ത് പ്രതിയും മറ്റ് കയ്യെഴുത്ത് പ്രതികളും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന്റെ ഉം, മുകളിൽ ഈ എഴുതിയിട്ടുള്ള, അതായത് അതിൽ നമ്മൾ കാണുന്ന ചില ഉം, എഴുത്തുകുത്തുകളുണ്ട്. ഇത് ഉം. മുസ്ലിങ്ങൾ പറയുന്ന ഈ ഉസ്മാൻ ക്രോഡീകരിച്ചു എന്ന് പറയട്ടെ, ഉസ്മാൻ ക്രോഡീകരിച്ചു എന്നുള്ളതൊക്കെ വിത്തിൻ ഇൻവെർട്ടർ ഫോമ. അങ്ങനെ അതെ. ഒരു പ്രധാനപ്പെട്ട ഒരു കോപ്പി അവര് മറ്റു കോപ്പികൾ ഇല്ലാതാക്കി പ്രധാനപ്പെട്ട ഒരു കോപ്പി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഉം, കോപ്പിയുടെ അതേ രൂപത്തിലുള്ളതാണ് ഈ മുകളിലെ എഴുത്. എന്നാൽ ഉം. ഈ എഴുതിയത് മുമ്പ് അതിനകത്ത് എഴുതിയിരുന്ന കുറെ കാര്യങ്ങൾ മായിച്ചിട്ടാണ് എഴുതിയത് എന്നാണ് മനസ്സിലാവുന്നത്. അത് അൾട്രാ വയലറ്റ് വെച്ചിട്ട് ഇവർ ഈ കയ്യെഴുത്ത് പ്രതി നോക്കിയപ്പോ. പരിശോധിക്കുന്ന സമയത്ത് കണ്ടു. അപ്പോ ഇപ്പൊ നമ്മൾ ആ ചിത്രം ഉണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ട് പറയാം. പക്ഷെ ആ ചിത്രത്തിന്റെ ഇതെനിക്കറിയില്ല. കാരണം പല ഇങ്ങനത്തെ ചിത്രങ്ങളും എന്താ പറയാ പേവാളുടെ പുറകിലാണ്. നമ്മളത് പൈസ കൊടുത്ത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ചിലതൊക്കെ ഓക്കെ. വിക്കിപീഡിയയിലുണ്ട്. വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഓക്കെ. നോക്കാട്ടോ. ഞാൻ ഞാൻ പറയുന്നത് എടുക്കുന്നുണ്ട്. അതായത് ഞാൻ ആ എടുക്കുന്നുണ്ട്. അപ്പോ ഈ എഴുതിയതിന്റെ പുറകിൽ അതായത് ഈ ഖുറാന്റെ കയ്യെഴുത്ത് പ്രതിയിൽ അവർ രണ്ട് സുഹൃത്താന്ന് തോന്നുന്നു, രണ്ട് സുഹൃത്താണ്, സോറി, അത് ഈ മാൻസ്ക്രിപ്റ്റ് അത് പറയാം. എന്തായാലും ഉം, ഈ ആയത്തുകളുടെ പുറകിൽ എഴുതിയിട്ടുള്ളത് ഉം. വേറെ എന്താ പറയാ സാധനം. തിരുത്തലുകളുള്ള പുതിയ ചില വ്യത്യാസങ്ങളുള്ള അതെ. മറ്റൊരു മാനുസ്ക്രിപ്റ്റ് ആണ്. ഇനി മാനുസ്ക്രിപ്റ്റുകളെ പൊതുവിൽ മുസ്ലിങ്ങൾ പൊതുവിൽ അവർക്കുള്ള ഒരു അബദ്ധ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വാദം ഉണ്ടല്ലോ. അതെ. നിങ്ങൾ ഏത് മാനുസ്ക്രിപ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാലും ഈ വള്ളി പുള്ളി എന്നുള്ള വാദം തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം ഇപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഈ മലയാളത്തിലെ ചില അക്ഷരങ്ങളുണ്ടല്ലോ, ഈ ആ ഉം, ഉ അതിപ്പോ ക കി കു ഇത് ഇങ്ങനത്തെ ഈ അക്ഷരങ്ങളൊന്നും, അല്ലെങ്കിൽ അതെ. ചില്ലക്ഷരങ്ങൾ അറബിയിലുണ്ട്. ഉം, ഈ ഉം, ചില്ലക്ഷരങ്ങളൊന്നും പണ്ടത്തെയും ഇന്നത്തെയും ചില ഖുറാനുകളിൽ ഇല്ല. ഉം. എങ്ങനെ ഈ ചിലക്ഷരങ്ങൾ അതിന്റെ സ്വരം, ഈ വ്യഞ്ജനത്തിന്റെ സ്വരം കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇപ്പൊ ഉം, ബ ബി ബു അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്ന ഈ ഉം, ചില്ലക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. ഉം. അതും അതെ. കൂടി മനസ്സിലാക്കാം. അർത്ഥം നേരിയ തോതിലാണെങ്കിലും മാറും. ഉം, അപ്പൊ ഈ ചില്ലക്ഷരങ്ങളൊന്നും പഴയ ഇവരുടെ ടെക്സ്റ്റിൽ ഇല്ല. അത് ഉം, ആ, എന്താ പറയാ, എന്ന് മാത്രമല്ല ഈ ഉം, കുത്തുകളില്ല. അതായത് ഉം, പല അറബി അക്ഷരങ്ങളുടെ താഴെയും മുകളിലും കുത്തുകളുണ്ട്. 1, 2, ഉം, 3 വരെ കുത്തുകളുണ്ട്. ഉം, ഈ ഉം, കുത്തുകളൊന്നുമില്ല. അപ്പൊ ഈ ഉം, വള്ളി പുള്ളി വാദം മണ്ടത്തരമാണെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം നമുക്ക് ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉം, അതിന് വസ്തുതയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതായത് ഉം, 650, 660, 670 ആ കാലഘട്ടങ്ങളിൽ ഒരു കയ്യെഴുത്ത് പ്രതി, അതായത് ഏതാണ്ട് ഒരുപോലെ എന്ന് തോന്നുന്ന ഒരു കയ്യെഴുത്ത് പ്രതി ആ ഉം, കാലഘട്ടത്തിലെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉം. ഈച്ചക്കോപ്പിയാണ് ബാക്കിയുള്ളതൊക്കെ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം കൺസോണന്റൽ ടെക്സ്റ്റ് എന്നാണ് അവർ പറയാം. അത് ഓക്കെ. ഏതാണ്ട് ഒരുപോലെയാണ്. ഇനി ഉം, അർത്ഥവ്യത്യാസമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും
അവര് ഏതാണ്ട് പര്യായങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ സന മാനുസ്ക്രിപ്റ്റിന്റെ താഴെ എഴുതിയിട്ടുള്ള ആ എഴുത്തുകുത്തുകൾ, അതായത് മുകളിലൊരു കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് മുമ്പ് എന്തോ എഴുതിയത് മായ്ച്ചിട്ട് അവരെഴുതിയതായിരുന്നു. ഓക്കെ. ആ താഴെയുള്ളതിലും വ്യത്യാസങ്ങളുണ്ട്, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവര് ശ്രമിച്ചിട്ടുള്ളത് അതേ അർത്ഥം വരുത്താൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അർത്ഥം വരുന്ന രീതിയിൽ ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഒരു കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രോഡീകരണം നടന്നു എന്നുള്ളത് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് ശരിയാണ്. പക്ഷെ വള്ളി പുള്ളി വാദം പൂർണ്ണമായിട്ട് തെറ്റാണ്. ഞാനപ്പോ ആ ചിത്രം ഒന്ന് കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ഇതിപ്പോ ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഉള്ള നിരവധി അനവധി വീഡിയോകൾ പല ആളുകളും ഇത് പോയി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ ദഴവാക്കാര് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ആൾക്കാർ ഇതൊക്കെ അവരുടെ വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം എന്നുള്ള യഥാർത്ഥ ചരിത്രം അവര് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ മതം ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളിപ്പോ ബൈബിളിന്റെ കാര്യത്തില് ലോകത്താകമാനമുള്ള ചരിത്രകാരന്മാര് അതിന് വളരെ വിമർശനാത്മകമായിട്ട് അതിന്റെ ജെറുസലേമിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെ കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ചെകഞ്ഞു നോക്കി പഠിച്ച് ഒരു പദം വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇത് നടന്നിട്ടില്ല. ഇത് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിനെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ്, നിങ്ങളുടെ തള്ളല്ല, അന്ന് ചരിത്രം വെച്ചിട്ടുള്ള അറിവിന് അത് ഉപകരിക്കും. അപ്പൊ ഇത് നോക്കുക, ഇതിപ്പോ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇതിന്റെ താഴെ ഒരു നിങ്ങൾക്ക് അല്ലെ അത് സൂം ചെയ്തോളൂ, കുഴപ്പമില്ല. അതായത് ഇതിന്റെ താഴെ ഇതാണ് ലോവർ ടെക്സ്റ്റ്. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടതിന്റെ അടിയിൽ നിഴലുകൾ പോലെ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ കാണാം. ഇത് കണ്ടെത്തിയ സമയത്ത് ഇവര് ഇത് ഞാൻ പറഞ്ഞല്ലോ വള്ളി, അതെ അതെ, അതിന്റെ താഴെ ഒരു നിഴല് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇത് താഴെയുള്ള കുറച്ച് എന്താ പറയുക, ഇത് ആദ്യം ഇതിലവരൊരു കുറച്ച് ആയത്തുകളും അല്ലെങ്കിൽ അധ്യായങ്ങളൊക്കെ എഴുതിയിട്ട് അത് മായ്ച്ചിട്ട് മുകളിൽ എഴുതി എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. അപ്പൊ ഇതിൽ താഴെ എഴുതിയത് അൾട്രാ വയലറ്റ് ഉപയോഗിച്ചിട്ട് അവര് പുനർനിർമ്മിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇതില് വ്യത്യാസങ്ങളൊക്കെ നിരവധി യൂട്യൂബ് വീഡിയോകളിൽ കവർ ചെയ്തിട്ടുണ്ട്. അതായത് 2 പ്രതികൾ തമ്മിലുള്ള വ്യത്യാസം, ഈ പ്രതികളും ഇന്നത്തെ ഖുറാൻ എന്നുള്ളത് നമ്മളിപ്പോ കാണുന്ന ഖുറാൻ എനിക്കൊന്ന് കെയ്റോയിൽ 1924 എങ്ങാണ്ട് അവര് എന്താ പറയുക സ്റ്റാൻഡർഡൈസ് ചെയ്ത ഖുറാനാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഖുറാൻ. അതിൽ തന്നെ ഇന്ന് 2 ഖുറാൻ ഉണ്ട്. രണ്ടല്ല, നിരവധി ഖുറാൻ ഉണ്ട്. 2 പ്രധാനപ്പെട്ടത് നമുക്കറിയാം. നോർത്ത് ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്ന വർഷ ഖുറാൻ ഉണ്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഹഫ്സ് എന്ന് പറഞ്ഞ ഖുറാൻ ഉണ്ട്. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അത് കൂടാതെ അതെ, അത് കൂടാതെയുള്ള വേറെ കുറെ വേരിയേഷനുകൾ എന്താണ് ഒരുപാടുണ്ട്. അത് അതെ, നിരവധി പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഖുറാൻ, ചില സ്ഥലത്തുള്ള നമുക്ക് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഖുറാൻ നോർത്ത് ആഫ്രിക്കൻ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ അത് പ്രശ്നമാണ്. അപ്പൊ അത് ഇന്നുള്ള വ്യത്യാസമാണ് കേട്ടോ. ഇത് ഞാനിപ്പോ ഇവിടെ നിങ്ങൾ കാണുന്നത് സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ മരണത്തിനോട് അടുത്ത് ഉള്ള കാലഘട്ടത്തിൽ ഡേറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ചരിത്രത്തിലെ കാർബൺ ഡേറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡേറ്റ് ചെയ്ത ഖുറാനാണ് കേട്ടോ. ഇത് ഇന്നത്തെ വ്യത്യാസങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അന്ന് ഉണ്ടായിരുന്ന മറ്റേ അതിന്റെ ഒറിജിനൽ അതെ, അതൊന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്ത് നിങ്ങള് പലയിടത്തും ഇവര് നമ്മള് ഇതിനകത്ത് തന്നെ ഈ കുത്ത് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് പല അക്ഷരങ്ങൾക്കും കുത്ത്, അതായത് ഈ മറ്റേ ഈ ബ എന്നുള്ള അക്ഷരം, യാ എന്നുള്ള അക്ഷരം, അല്ലെങ്കിൽ ഷ എന്ന അക്ഷരം, അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾക്കൊക്കെ അറബിയിലെ പല അക്ഷരങ്ങൾക്കും കുത്തുണ്ട്. അതായത് മുകളിൽ താഴെ ഒക്കെ കുത്തിട്ട് കഴിഞ്ഞാൽ മാറിപ്പോ സ എന്ന അക്ഷരമുണ്ട്, താഴെയും സായുടെ ഇടയിലുള്ള മറ്റേ ഒരു അക്ഷരമുണ്ട്. അപ്പൊ ഇതൊന്നും അതെ, ഇതൊക്കെ ഇങ്ങനത്തെ ഈ മാനുസ്ക്രിപ്റ്റില് അതുപോലെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നിരവധി മാനുസ്ക്രിപ്റ്റുകളിൽ ഇതൊന്നുമില്ല. അപ്പൊ മുസ്ലിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന വള്ളി പുള്ളി വാദം തെറ്റാണ്. എന്നാൽ ഒരു കാര്യം അപ്പൊ അവിടെ ഉറപ്പിക്കാം, ഖുറാനിൽ വള്ളി പുള്ളി വ്യത്യാസമില്ല എന്ന് പറയുന്നത് ഒരു വള്ളി പൊട്ടിയ വാദമാണ്. അതെ, അത് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് എടുക്കാനേ കേരളത്തിലൊക്കെ ഉള്ള ദാവക്കാര്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ചില മുസ്ലിം
വിദേശത്തുള്ള അല്ലെങ്കിൽ ഉം. അറബികളായിട്ടുള്ള തന്നെ ദഴവക്കാര് ഇതിന്റെ എന്താ പറയാ ഒരു ഡയല്യൂട്ടഡ് ഫോമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അവര് വള്ളിപുള്ളിവാദത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നിൽക്കാറില്ല. ഇപ്പോ അതെ ആ ഷബീർ അലി എന്ന അദ്ദേഹത്തിന്റെ ഷബീർ അലി എന്നല്ലേ അതെ ഒരു ഷബീർ അലി. തുപ്പിട്ട ഒരു പുള്ളിയുണ്ട്. ഉവ്വ് ആ ഉവ്വ്. അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വള്ളിപുള്ളി വാദം അത് നമുക്ക് അറിയാലോ, അത് അന്ന് അങ്ങനെയായിരുന്നു ഭാഷ ഉപയോഗിച്ചിരുന്നത്. ഉം. അപ്പൊ അത് അവർ അതെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് നമുക്ക് പക്ഷെ കൺസേൺ ആയിട്ടുള്ള ടെക്സ്റ്റ് അതായത് അതെ അതെ വ്യഞ്ജനങ്ങളൊക്കെ ഓക്കെയാണ് എന്നാണ് അദ്ദേഹം അതെ പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ മലയാളികളായിട്ടുള്ള അതായത് മറ്റുള്ളവരെക്കാളും ആവേശമാണ് ഇസ്ലാം ശരിയാണെന്ന് തെളിയിക്കാൻ ഇവർക്ക്. അതിന് അതെ. ഇവര് ഉം. എത്രത്തോളം അവര് പോലും വെളുപ്പിക്കാൻ പിന്നീന്ന് ശ്രമിച്ചു. പോയി. Yeah. അതെ, അവര് പറയുന്നത് ആയിഷക്ക് 6 വയസ്സാണെന്നാണ് അവര് പറയുന്നത്. ഇവര് ഉം. ആയിഷയുടെ വയസ്സ് 16 എങ്ങനെയാണ് വയസ്സാക്കാണ്. അതെ 18 അതാണ് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുകയാണ്. അതെ. അപ്പോ വ്യഞ്ജനത്തിന്റെ ടെക്സ്റ്റ് ഏതാണ്ട് ഉം. ഒരുപോലെയാണ്, വാക്കുകൾ മാറ്റാണ്ട് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഈ വ്യഞ്ജനം ഒരുപോലെ ആയിട്ട് കാര്യമില്ല. ഉം. വള്ളിപുള്ളിവാദങ്ങൾ മാറ്റി വെക്കാം. ഈ വ്യഞ്ജനങ്ങളിൽ തന്നെ ഉം. വാക്കുകളുടെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഉം. പല സ്ഥലത്തും ഈ നിർത്തി നമ്മൾ ഓതണ്ടേ, നിർത്തി അതെ നമ്മൾ അതെ. ഒരു സ്ഥലത്ത് നിർത്തി ഉം. അതിന്റെ ഒക്കെ ഫോർമാറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ ആ കാര്യം നിങ്ങൾക്ക് ഊന്നി പറയാണ്. ഉം. കോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് 650കളിൽ 670 ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഉം. പ്രതിയിലേക്ക് ഒറ്റ പ്രതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഉം. ഇപ്പൊ ഈ സന മാനുസ്ക്രിപ്റ്റിനെ കുറിച്ച് ഇസ്ലാമിക ഭാഗത്ത് നിന്ന് പറയുന്നത് ഉം. ഞങ്ങൾ പണ്ടേ പറഞ്ഞാണല്ലോ, ഇതിന്റെ താഴെയുള്ള ആ ഭാഗം അതേ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ ഇങ്ങനെ എഴുതുമായിരുന്നു. അവർ ഉം. എഴുതിയതൊക്കെ പിന്നീട് ക്രോഡീകരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പൊ ആ എഴുതിയ സമയത്ത് തെറ്റിപ്പോയതായിരിക്കാം എന്നാണ് പറയുന്നത്. തെറ്റി. അപ്പൊ അപ്പൊ എന്താ അതിന്റെ ഒരു അർത്ഥം? ഒരു കയ്യബദ്ധം നാറ്റിക്കരുതെന്ന്. അതെ. അല്ല ഇത് അല്ല അത് ഇവിടെ ഇത് ഒരു ഒരു കാര്യം ഈ ചിത്രം ഒന്ന് കാണിച്ചേക്കാം അല്ലേ. അതെ 26 വിധം ഖുർആനുകളാണ് ഈ കാണുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഇത് ഹറ്റൂൺ ടാഷ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു വലിയ തോതിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു ക്രിസ്ത്യൻ വനിതയാണ്. അപ്പോൾ അവരെ പരിക്കേൽപ്പിച്ച കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ റീഡേഴ്സ് കോർണറിൽ പോയി നിന്നിട്ട് UK നിന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകൾ, കുരുപൊട്ടിയ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ കിടന്ന് കമൻറ്റ് ബോക്സിൽ കുരുപൊട്ടിക്കുന്ന പോലെ അവിടെ പോയി കുരുപൊട്ടിച്ച് ഇവരെ കത്തിക്ക് പെരുമാറാൻ നോക്കി. അതുകൊണ്ട് അവർ പരിക്ക് പറ്റിയ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഖുർആൻ ടൈപ്സ് ഓഫ് ഖുർആനാണ്. അബി ജാഫർ, ദൂരി, അബി അമ്രൽ ബസ്രി, ഇബ്ൻ ജമാസ്, ഖലഫ് അൽ, അങ്ങനെ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, ഇഷ്ടംപോലെ ഖുർആൻ ടൈപ്സ് ഓഫ് ഖുർആൻസ് ആണ്. ഇത് തന്നെ ഏതാണ്ട് 26 അവിടെ അവരുടെ കയ്യിലുള്ളത്. പിന്നെ അതിൽ കൂടുതലുണ്ട്, 10-70ഓളം വിവിധ ടൈപ്സ് ഓഫ് ഖുർആൻസ് ഇന്ന് നിലവിലുണ്ടെന്നാണ് ഇതിനോടകം പുറത്ത് നാസ വിട്ടിരിക്കുന്ന വാർത്ത. ഓക്കെ, ഖുർആൻ വള്ളി പൊള്ളി വിട്ടിട്ടില്ല, എന്താണ് വ്യത്യാസമില്ല, അത് ഒരെണ്ണമാണ് എന്നൊക്കെ വാദിക്കുന്ന ഏതെങ്കിലും കാക്കാമാരുണ്ടെങ്കിൽ ഇത് കണ്ണിറഞ്ഞൊന്ന് കാണുക. ഇന്നത്തെ ഈ ഗൂഗിൾ കാലത്ത് നിങ്ങൾ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ പോരെ ഗൂഗിൾ, ഇതിൻ്റെയൊക്കെ എല്ലാ വിവരണങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവർ പറയുന്നൊരു സംഭവമുണ്ട്, ഇതിൽ പാരായണത്തിൽ മാത്രമേ വ്യത്യാസമുണ്ട്, അർത്ഥം ഒന്നാണെന്നാണ് ഇവർ പറയുക. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് കിറാത്ത് എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ 7 അതെ കിറാത്തിനെ കുറിച്ചാണ് ഇവർ എപ്പോഴും പറയാ. ഈ 7 കിറാത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കാറ്. അതെ. അല്ല, അതായത് ഒരു തമാശയുണ്ട് ഇതിനകത്ത് ഒരാള് ഒരു ഉസ്താദ് നിന്നിട്ട് പ്രസംഗിക്കുന്ന ഒരു സാധനം നമ്മളിവിടെ പണ്ട് റിയാക്ട് ചെയ്തത് കിടപ്പുണ്ട്, ഒരു വീഡിയോ. ഒരു ഒറിജിനൽ നോട്ടും ഒരു കള്ളനോട്ടും, എന്നിട്ട് കള്ളനോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ ഇത് കള്ളനോട്ടാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒറിജിനൽ ഏതാണെന്ന് അറിയണ്ടേ. ഇത് ഒറിജിനൽ അറിയണോണ്ടാണല്ലോ നമുക്ക് കള്ളനോട്ട് കണ്ടാൽ മനസ്സിലാവണത്. ഈ ഇരിക്കണതിൽ ഏതാണ് ഒറിജിനൽ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി, അപ്പം നമുക്ക് പറയാലോ ഓക്കെ ഇതാണ് കള്ളൻ എന്ന്. ഇത് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഇതിനകത്ത് ഏതാണ് ഒറിജിനൽ ഏതാണ് കള്ളൻ എന്ന്? ആദ്യം എവിടുന്ന് കിട്ടും ആ വിവരം? അതാണല്ലോ നമ്മുടെ ചോദ്യം. നമ്മളിത് പറയുന്നതാണ്, ഇവരുടെ എന്താ പറയാ വലിയ വായിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കും. എന്നിട്ട് എയർലെവലിലുള്ള മുസ്ലിമോട് മുഹമ്മദ് നബി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ചരിത്രം പരിശോധിച്ചപ്പോ കൊള്ളാണ്. അത് താങ്ങൂല. അത് നമ്മളിങ്ങനെ ഈ മോള് കയറ്റി വെച്ച് കഴിഞ്ഞാലേ അത് താഴോട്ട് വീഴുള്ളൂ. ലോ ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ വായിലൊന്നും പോയിട്ട് എന്തെങ്കിലും പറയാൻ നിൽക്കരുത്. അതെ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പം ഇതിപ്പോൾ മുഹമ്മദ് നബിയുടെ വിഷയം പറയുമ്പോൾ എന്താണ് ഗാന്ധിജി ചൈൽഡ് മാരേജ് നടത്തിയിട്ടില്ലേ, അതുപോലെ പല ആളുകളുടെയും ചൈൽഡ് മാരേജ്. നമ്മൾ ചോദിക്കണത് ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണെന്ന് ഗാന്ധിജി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? EMS പറഞ്ഞിട്ടുണ്ടോ?
എടാ, ഗാന്ധിജി ചട്ടമ്പി സ്വാമി കസ്തൂർബയോട് പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഗാന്ധിജി കസ്തൂർബ കസ്തൂർബയോട് ഇത് സ്വന്തം ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുക, എല്ലാവരും അങ്ങനെ പറഞ്ഞോളെന്ന് പറയും. എന്നിട്ട് നമ്മളത് ഓക്കെ, അതിനുള്ള ക്വാളിറ്റി എന്താ ഉള്ളതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ? അന്വേഷിക്കുന്ന സമയത്ത് 7 അയലത്തില്ല എന്ന് വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ പാരായണ വ്യത്യാസം അതിനെക്കുറിച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്യാവോ? ഇത് നമ്മൾ പറയാറുള്ളതാണ്, എന്നാലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെ. അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതെ, ഞാനൊരു ഈ ഇമേജ് പാ- എടുക്കാം അപ്പോഴേക്കും. ഓക്കെ, ഈ പാരായണ വ്യത്യാസം എന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ പാരായണ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഉം. കിറാത്ത് എന്നുള്ളത് അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിലോ ഒക്കെ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ആ, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഹദീസിലാണെന്ന് തോന്നുന്നു 7 തരത്തില് പാരായണം ചെയ്യാന്ന് മുഹമ്മദ് പറഞ്ഞത്ര. അതായത് മുഹമ്മദിന്റെ അതെ അടുത്ത് അതെ ഒരാൾ വന്ന് പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. റസൂല് ഉം. റസൂല് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം അങ്- മറ്റൊരാൾ പറഞ്ഞു, അല്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും ചെയ്ത് ശരിയാണെന്ന് മൂപ്പര് പറഞ്ഞത്ര. അതെ, അപ്പൊ അങ്ങനെ ഓതാം ഇങ്ങനെ അത് ഓതാന്ന് പറഞ്ഞു. 7 രീതിയിൽ ആ, ഓതാനുള്ളതാണ് ഇത് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇത് ഇറക്കിയതെന്നാണ് മൂപ്പര് പറഞ്ഞു ഉം, എന്നാണ് എഴുതി ഉം, വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഉം. പക്ഷെ ഇത് ഏതൊക്കെയാണ് ഇന്ന് ഉള്ള കയ്യെഴുത്ത് പ്രതികളിൽ എന്നുള്ളത് എത്ര അത് അറിയില്ല. മുസ്ലിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതെ, പക്ഷെ ഈ അത് 7 ചോദിക്കരുത്. എന്നുള്ളത് 7 എന്നുള്ളത് 10ഉം 12ഉം ആണെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഈ ഉം, പാരായണ രീതി മാത്രം. ഉം. പാരായണം എന്നുള്ള കാര്യം ഈ കയ്യെഴുത്ത് പ്രതികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കയ്യെഴുത്ത് പ്രതികളിൽ പാരായണത്തിലുപരി മാറ്റങ്ങളുണ്ട്. അതെ വാക്കുകളുടെ അതെ. സ്ഥാനം മാറ്റമുണ്ട്. അതായത് ഉം, 2 വാക്കുകൾ പരസ്പരം അതിന്റെ സ്ഥാനം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ ചിലയിടത്ത് നമ്മൾ നീട്ടി ഓതേണ്ട സ്ഥലത്ത് നീട്ടി ഓതാനുള്ള അതെ മാർക്കുകളൊന്നുമില്ല. അപ്പോ അതെ, ഞാനത് എടുക്കുന്നുണ്ട് അതിന്റെ അതെ, സാധനം. കയ്യോടെ അങ്ങ് ഈ കാണിച്ചു കൊടുത്തേക്കാം. പാരായണ രീതി എന്ന് മുസ്ലിങ്ങൾ ഇന്ന് അവകാശപ്പെടുന്ന കാര്യം ഇസ്ലാമിക ഉം. ചരിത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാതും കൺഫേം ചെയ്യുന്നത് എവിടെന്നാ? ഇസ്ലാമിക ഇസ്ലാമിക ചരിത്രത്തിലാണ്. ചരിത്രം ഈ ഇസ്ലാമിക അതാരുണ്ടാക്കിയത്? ചരിത്രം നമ്മൾ തന്നെ. അത് ഞങ്ങൾ ഉണ്ടാക്കി. ഞാൻ ചാക്രിക യുക്തിയാണല്ലോ ഇസ്ലാം. അത് മുഹമ്മദിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ അറിയില്ല. മുഹമ്മദ് എല്ലാവരോടും പറയുന്നു അള്ളാഹു ഉം. ഉണ്ട് എന്ന്. അപ്പൊ അവര് പറയുന്നു അള്ളാഹു ഉണ്ട് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ വാക്കും ദൈവങ്ങളുണ്ട്. നിനക്ക് എങ്ങനെ മനസ്സിലായി അള്ളാഹു ഉണ്ടെന്ന്? അല്ല, അള്ളാഹു എന്നോട് അള്ളാഹു പറഞ്ഞു. പറഞ്ഞു. അതെ. അതിനെന്താ തെളിവ്? അതെന്റെ എന്റെ വേദഗ്രന്ഥം ഖുറാൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായി മനസ്സിലാവും. അത് ഖുറാൻ ആരെ അതെ. കൊണ്ടുവന്ന്? അത് ഞാൻ അല്ല, ഇത് ഇതുപോലെ ഇത് 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 നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് ഹോമിയോപ്പതിയുടെ തെളിവ് എന്താന്ന് ചോദിക്കുമ്പോൾ തെളിവൊന്നും കൊടുക്കണ്ട. അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞിരുന്നതാണ്, എന്റെ ക്ലിനിക്കിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ കാക്കാമാര് പറയുന്നത്. ഇതിപ്പോ ഹഫ്സ് വേർഷനിലും അൽ ദൂരി ആ വേർഷനിലുള്ള വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണുന്നത്. ഒന്ന് വായിച്ചു ആ കൊടുത്തല അറബി. ഒരു സ്ഥലത്ത് കബീർ എന്നാണ്, ഒരു സ്ഥലത്ത് കസീർ എന്നാണ്. ഇത് കസീർ തീർച്ചയായിട്ടും എന്നാണ്. അതെ മനസ്സിലാവില്ല. കസീറൻ എന്നുള്ള കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ, കസീർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നർത്ഥം. അതെ അല്ലെ? അപ്പൊ ഈ അതെ. കസീറും കബീറും തമ്മിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്. ഒരു കുത്ത് മാറിപ്പോയതാണ്, ഉം. എക്സ്ട്രാ കുത്തു വന്നതാണ്. ഇത് അതെ. ഇത് ഇത് ആർക്കാ മനസ്സിലാവും? ഇത് അതായത് ഇത് അതെ. രണ്ടിന്റെ സാധനം അതാണ്. ആ ഒന്ന് ആ 3 കുത്ത് മുകളിലിട്ട്, ഒന്ന് 1 കുത്ത് താഴെ ഇട്ടു. അത്രേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ടെക്സ്റ്റിൽ കുത്തുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് അതെ കുത്ത് ഇട്ടപ്പോ മാറിപ്പോയതാണ്. ഇങ്ങനെ നിരവധി അതെ. തിരുത്തലുകൾ നിങ്ങൾ കാണാം. ഇപ്പൊ ഈ ഇനി മാറ്റി എഴുതുന്ന അടുത്തത് സ്ഥലത്ത് പോലും. അതെ, ഒരു സാധനം കൂടി. ഇങ്ങനെ ഇത് നിരവധി കണ്ടിട്ട് ഉണ്ട് കേട്ടോ മറ്റേത്. നിങ്ങൾക്ക്. അതെ, അതെ അതെ. ഇതിപ്പോ വേറെ ഇത് ക്ലാരിറ്റി കുറവാന്ന് അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടി വലുതാക്കിയാൽ ചിലപ്പോൾ വായിക്കാൻ പറ്റും. ആണ്. ഓക്കെ, കാണികൾക്ക് ഇത് വേണ്ടി മതി മതി. ഇത് മതി. ഓക്കെ, ഇമേജ് കാണുന്നുണ്ടോ? എനിക്ക് ഓക്കെ. കാണുന്നുണ്ട് കുറച്ച്. ഓക്കെ, ഒന്ന് ബി ആക്സെപ്റ്റഡ്, മെയിലും മറ്റേത് ആ ഫീമെയിലും. ഇത് ഇത് ഏത് നമുക്ക് അക്ഷരമാണ്, ക്ലാരിറ്റി ഏത് ഉള്ളത് വാക്കാണ്? ക്ലാരിറ്റി ഓക്കെ ഉള്ളത് എടുക്കാം. അത് ഓക്കെ. എടുത്തപ്പോൾ കണ്ടില്ല. ഇതിപ്പോ നമുക്ക് 2 എണ്ണം. ഇത് ദ ഹഫ്സും റൈറ്റിംഗ് ഓഫ് ദി ഖുറാൻ അക്കോർഡ് ഹഫ്സും വർഷം. വർഷം തമ്മിലുള്ള വ്യത്യാസം. അതും ആ മാലിക്കിയോമിദ്ദീൻ അത് യെസ്, അത് ഇതിനകത്താണ് വരുന്നത്. അത് അതെ. ഇതിനകത്തല്ല വരുന്ന. ഓക്കെ. ഇതിപ്പോ 5:54 ആ യർത്തദിദ് ആ ഒരെണ്ണത്തില്, ഒന്ന് യർത്തദ്ദ. യർത്തദ്ദ. അതെ. രണ്ടിന്റെ അർത്ഥം പോലും വ്യത്യാസം വരുന്നു. ഇത് പിന്നെ ഇന്നുള്ള ഖുറാനിലെ വേരിയേഷൻ ആണോ? ഇത് കയ്യെഴുത്ത് പ്രതിയും പണ്ടത്തെ കയ്യെഴുത്ത് ആ പ്രതി നമ്മൾ കാർബൺ ഡേറ്റ് വെച്ചതും ഇന്നുള്ളത് തമ്മിലുള്ള അതല്ല, വ്യത്യാസമല്ല. ഇന്ന് ഇപ്പോഴത്തെ. മാത്രമുള്ള 2 തരം അതെ ഖുറാനുകളുടെ വ്യത്യാസമാണ് മനസ്സിലായത്. അതെ. ഒന്ന് വല യഹാഫു 91:15. ഇപ്പുറത്ത് ഫല യഹാഫു. ഒന്ന് വ, ഒന്ന് അതെ, ഫ. നോക്ക ഞാൻ കാണികൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഉം. പണ്ടത്തെ കയ്യെഴുത്ത് പ്രതികളിൽ കൊത്തില്ലാത്തതിന്റെ ഒരു ഫലമാണ്. അവരാ ഉം. വായും ഫായും ഏതാണ്ട് ഒരു ആ ആകൃതിയാണ്. അതെ അതെ അത് നിങ്ങൾക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ യുക്തിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ.
നമുക്കിപ്പോ ഇത് കുറ്റപ്പെടുത്താന്ന് കരുതരുത്. കാരണം ഇത് ഭാഷകളിൽ എഴുതുന്ന എല്ലാ കൃതികളിലും സംഭവിക്കുന്നതാണ്. കോപ്പി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റ് വരും. പക്ഷെ ഈ വലിയ വായിൽ പോയിട്ട് ഓരോന്ന് ഉന്നയിക്കാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വള്ളി പുള്ളി വ്യത്യാസമില്ലാന്ന് ഇനി മേലാ പറഞ്ഞേക്കരുത്. സാരിയവും ഒന്ന് വസാരിയവും ഒരു വാ അധികം വന്നു അവിടെ. അത് ഇത്ര വലിയൊരു ഒരു പ്രോബ്ലം ആണോ ഡോക്ടർ? ഇല്ല വായ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ നമ്മൾ പറയാം. ആൻഡ് എന്നുള്ള പിന്നെ വ ഔസ വ വസ്സ, സോറി അതെ, മ്യൂട്ടായി പോയാ? അതെ, അലിഫ് പോയ. ക്ലിയറാ കേൾക്കാമോ? ഓ കേൾക്കാം, പെർഫെക്റ്റ്. ഇതേ വ ഔസ, കേൾക്കാം. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. അപ്പോ ഇത് ഇനി അടുത്ത് പറയാം. അടുത്തത് കാണാം. യഖൂലൂന തഖൂലൂന, യാ തായായി മാറി. അതെ, ഇത് നിങ്ങൾ നോക്കുക. ഇവിടെ യായുടെ താഴെ 2 കുത്ത് നിങ്ങൾ കാണുന്നുണ്ട്. ആ കഴ്സർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. യായുടെ താഴെ, അതായത് യായുടെ താഴെ 2 കുത്ത്. ഈ 2 കുത്ത് മുകളിലോട്ട് പോയി. അത് ആ ഒരു തോണിയുടെ ആകൃതിയിലാണ് അക്ഷരം, അതിന്റെ മൂലരൂപം. അതിന്റെ മുകളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ വ്യഞ്ജനത്തിന്റെ ഉച്ചാരണ വ്യത്യാസമുണ്ട്. താഴെ കുത്തിട്ട് കഴിഞ്ഞാൽ തായും യായും ആയി മാറും. ഒരു കുത്ത് മാത്രം താഴെ ഇട്ട് കഴിഞ്ഞാൽ ബായായി മാറും. അപ്പൊ ഈ പണ്ടുള്ള മൂലകൃതിയിൽ ഇതില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. വീണ്ടും അതെ. ഇനി അടുത്തത് നുൻഷിറുഹ നുൻഷിസുഹ, 2 വാക്ക് തന്നെയാണ്. ആയിട്ട് മാറും. ഒരു കുത്താണ് വ്യത്യാസം. യെസ്. പിന്നെ ആത്തൈനാക്കും ആത്തൈത്തുക്കും. ആഹാ. ഹിമു നീളം കൂടി, ഒന്നിൽ കുറഞ്ഞു. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാലിക് യൗമുദ്ദീൻ വേറൊരെണ്ണം മാത്രമാണ് നമ്മളൊരു സാമ്പിളിന് എപ്പോഴും. ഇഷ്ടം പോലെ ഉണ്ട്. ഷിയാക്കളും തമ്മിൽ ഉള്ള തർക്കം വരെ വരുന്ന ഇതിന്റെ ഇതൊരു വചനമൊക്കെ ഉണ്ട്. അതായത് ഇസ്ലാമിലെ ഫിഖുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറഞ്ഞെടുത്ത് ദിവസങ്ങളുടെ എണ്ണം എന്തോ മാറിപ്പോയിട്ട് നോമ്പെടുക്കാൻ പറഞ്ഞാണോ എനിക്കറിയില്ല. അല്ല, അങ്ങനെ തർക്കം വരുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മളുടെ അടുത്ത ഖലീഫ ആരാകും എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ആ ഖലീഫയാകുന്നതിൽ അലിയാണ് അടുത്ത ഖലീഫ എന്നുള്ളതിനുള്ള ഉത്തരം അത് ഖുർആനിലുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. ഓക്കെ, അത് ഇവർ സമ്മതിക്കില്ല. അത് ഈ എററിന്റെ പേരിലല്ല. അവരത് പറയുന്നത് എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് അടുത്ത ഖലീഫയാവേണ്ടതെന്ന് പറയുമ്പോൾ കുടുംബ പരമ്പര ആരാണ്? അത് അലിയല്ലേ വരുന്നത്. അങ്ങനെയാണ് അവിടെ ആ തർക്കം വരുന്നത്. ആ ഒരു പ്രോബ്ലം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇതുപോലെയുള്ള പല വിഷയങ്ങൾ. അപ്പോൾ സമാധാന മതമാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും പാരായണ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ വള്ളി പുള്ളിയിൽ വരെ അടപടലം പ്രോബ്ലംസ് ആണ്. അപ്പോൾ വള്ളി പൊട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ വിശ്വാസികൾ, മലയാളികൾ എപ്പോഴും വന്നിട്ട് നമ്മളുടെ ഇൻബോക്സിലൊക്കെ വന്ന് ഓരോരുത്തർ പറയാറുണ്ട് ഇത്രമാത്രം പ്രിസർവ്ഡ് ആയിട്ടുള്ള ഖുർആനെ കുറിച്ചൊക്കെ. അപ്പോൾ തള്ളി മറിച്ചേക്കരുത്, ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളതൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും എന്ന് ഇവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇനി വേറെ എന്താണ് അതിനകത്ത് ചേർക്കാനുള്ളത്? ഇനി ഇതിന്റെ കുറിച്ച് പഠിച്ച ചില ആളുകളുടെ റെഫറൻസ് ഞാൻ വേണമെങ്കിൽ തരാം. ദ വേരിയന്റ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. ദ വേരിയന്റ് ഖുർആൻ. ഓക്കെ, അത് ഇസ്ലാമിനെ കുറിച്ച് മാനുസ്ക്രിപ്റ്റ്, അതായത് കൈയെഴുത്ത് പ്രതികളിൽ മാത്രം പഠനം നടത്തി പണ്ഡിതനായിട്ടുള്ള ഒരു പാശ്ചാത്യ പണ്ഡിതന്റെ ചാനലാണ്. അനവധി ഖുർആനുകളിലെ വ്യത്യാസങ്ങൾ ഓരോന്നും വെച്ച് അതിന്റെ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ബ്രൂബേക്കർ എന്നാണ്, ഡാനിയൽ ബ്രൂബേക്കർ ആണ് പേര്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ദ വേരിയന്റ് ഖുർആൻ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. നിങ്ങൾക്ക് പോയി കാണാം. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. പാശ്ചാത്യ പണ്ഡിതര് നിരവധി വളരെ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ബിരുദെടുത്തവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാരാണ്. ഇനി ഇത് കൂടാതെ അഹമ്മദ് അൽ ജലാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൗദി അറേബ്യയിലൊക്കെ ഇറാഖിലും ജോർദാനിലും ഒക്കെ പോയി കുഴിച്ചു നോക്കി, ഇപ്പൊ
പെട്രയെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. ഈ ജോർദനിലും ജെറുസലേമിലും അവിടെയൊക്കെയുള്ള ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ ഡേറ്റിംഗ് നടത്തി അതിനെക്കുറിച്ച് ഒരുപാട് ചാനലുകൾ വന്നിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അഹമ്മദ് അൽ ജലാൽ. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഒരു ലിങ്ക് എടുക്കാൻ പറ്റുമോ? അഹമ്മദ് അദ്ദേഹം വളരെ എന്താ പറയുക ഈ മേഖലയിൽ ഒരു മിനിറ്റ്, ഞാൻ ലിങ്ക് അയച്ചെന്നാൽ ഇവിടെ എടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടേക്കാം. നമ്മളുടെ ഹഫ്സ് ആ വേർഷനിലുള്ള വ്യത്യാസത്തിൻ്റെയാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ ഫോട്ട് എന്നുള്ളത് മാറിയിട്ട് വാസ് കിൽഡ് എന്നാവുന്നൊരു വളരെ വിചിത്രമായ പാരായണ വ്യത്യാസമാണ്. ഓക്കെ, അത് ഇതിനകത്ത് കാണാം. കാത്തല എന്ന് പറയുന്ന സാധനം അത് കുത്തില എന്നായിട്ട് മാറുകയാണ്. രണ്ട് അർത്ഥമാണ്. നിങ്ങൾ നോക്കുമ്പോൾ പാരായണ വ്യത്യാസം മാത്രമാണെന്നൊക്കെ നിങ്ങൾക്ക് വാദിച്ച് നിൽക്കാം, പക്ഷെ അത് പാരായണ വ്യത്യാസം മാത്രമല്ല. അത് ഒന്ന് ഫൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ, മറ്റേതകത്ത് കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫൈറ്റ് ചെയ്യുന്നതും ചാവുന്നതും രണ്ടാണ് എന്നൊന്ന് പറയുന്നത് നല്ലതാണ്, ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ഓക്കെ, സാന്ദർഭികമായിട്ട് ഗ്യാപ്പ് ഫില്ലറായിട്ടൊന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത പിന്നെ ഒരു ഞാൻ അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റുമോ? ഞാനൊരു ഇത് അയച്ചുതരാം. ഇതിന്റെ ലിങ്ക് അയച്ചോളൂ. ഇപ്പൊ നേരത്തെ ഞാൻ അവർക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ആ യൂട്യൂബ് ചാനൽ ജസ്റ്റിന്റെ അതിന്റെ ഒരു തമ്മിൽ കാണിച്ചു കൊടുത്താൽ മതി. രണ്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ യൂട്യൂബ് ചാനൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അത് യൂട്യൂബില് ഇടക്കിടക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പൊ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബൈബിള് പഠിച്ച പോലെ പ്രത്യേകിച്ച് എണ്ണപ്പണമൊക്കെ കൊണ്ട് ഇവര് ഈ പഠനത്തെ ഒക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പത്രത്തിലെ ആണെങ്കിൽ അതെ, അവരുടെ നേതൃത്വത്തിൽ തന്നെ അവര് ഫണ്ട് ഇറക്കിയിട്ട് തന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവര് ഫണ്ട് ഇറക്കിയിട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് നിരവധി ആളുകൾ അതായത് ഇത് കൃത്യമായിട്ട് വിമർശനാത്മകമായിട്ട് പഠിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് ഇപ്പൊ നമ്മുടെ എന്താ പറയുക കീത്തുമൂർ ഇവര് പറയാറുണ്ട്. അവസാനം അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ ലാസ്റ്റ് അതിനെ തിരുത്തിക്കൊണ്ട് തന്നെ ഉപയോഗിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയാണല്ലോ പിന്നീട് പറഞ്ഞു. അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പഠനത്തിൽ വിമർശനം കുറവായിരുന്നു. ബൈബിളിലുള്ള അത്ര അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഇപ്പൊ ബാർട്ടർമാനൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ പണ്ഡിതന്മാരൊന്നും വിമർശനാത്മകമായിട്ടുള്ള പഠനം ആണ് ശരിക്കുള്ള ചരിത്ര പഠനം. നിങ്ങൾ ഈ ഇസ്ലാമിക സോഴ്സസിലുള്ളത് മാത്രം വിശ്വസിച്ച് അത് ചരിത്രമല്ല, അതൊരു മതപരമായിട്ടുള്ള പഠനം. ചരിത്രം പഠിക്കുമ്പോൾ ചരിത്ര ശേഷിപ്പുകളാണ് പ്രധാനമായിട്ട്. നിങ്ങൾക്കറിയാലോ, അതെ, ഇതാണ് ഒരു നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചുള്ള അറിവ് കിട്ടാൻ ഉതകുന്ന ഒരു ചാനലാണിത്, എക്സ്പ്ലോറിംഗ് ദ ഖുറാൻ ആൻഡ് ബൈബിൾ. ഇനി മറ്റേത് ദ വേരിയന്റ് ഖുറാൻ ആണ്. ഇപ്പൊ ഇത് ഒരു ഫോട്ടോ ഇപ്പൊ നിങ്ങളിപ്പോ സ്ക്രോൾ ചെയ്തില്ലേ, ഒരു ഫോട്ടോയുടെ മുകളിലൂടെ ഇദ്ദേഹമാണ് അഹമ്മദ് അൽ ജലാൽ. അതിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹം ഒരു മിനിറ്റ്, അല്ലല്ല ജാവേദ് ഹാഷ്മി അല്ല, അതിന് തൊട്ടപ്പുറത്ത് അതിന്റെ തൊട്ട് സൈഡ് ന്യൂ പാലിയോ അറബിക് എന്ന് അതെ, അത് രണ്ടുപേരുണ്ട്, ഹൈത്തം സിദ്ക്കി പിന്നെ ഈ അഹമ്മദ് അൽ ജലാദ്. ഈ അഹമ്മദ് അൽ ജലാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിത്രം ഇപ്പൊ നിങ്ങൾ ഓടിച്ചോണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ, അതിന്റെ താഴെ ഇരിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, അദ്ദേഹമാണ്. ആ വീഡിയോയുടെ താഴെയുള്ള അയാളാണ്. ശരി, ഞാനത് കണ്ടിട്ടില്ല. ചാനൽ ഞാൻ എപ്പോഴാണ് അറിയുന്നത്. എന്തായാലും വിശദമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്താലോ, ജസ്റ്റ് ഇത് പ്ലേ. Hello friends, my name is Gabriel Said Reynolds. I teach Islamic Studies and Theology here at the University of Notre Dame. You might have noticed online that when it comes to the study of the Quran or the Bible, there's a lot of chat at the extremes. People attacking the Quran or defending the Quran, people attacking the Bible or defending the Bible. There's not a lot of serious conversation in the middle. And that, friends, is exactly what we seek to do on this channel, exploring the Quran and the Bible. You might not agree with all of the interviews and discussions that occur and appear on this channel, but you will find them intriguing and serious. I hope, friends, that you take a moment to subscribe to this channel, to like the videos. Thank you so much. Okay. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശദമായിട്ട് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? വേറെ ഏതെങ്കിലും പ്ലേ ചെയ്യേണ്ടതുണ്ടോ? ജസ്റ്റ് ഏതെങ്കിലും
പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞപ്പോ ഇതിനകത്ത് എല്ലാ ധാരയിലും, അതായത് ഇസ്ലാമിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക പഠനവുമായി ബന്ധപ്പെട്ട് പല ധാരകളുണ്ട്. പട്രീഷ്യ ക്രോൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ത്രീ ഉണ്ട്. അവരാണ് ഈ റിവിഷനിസം, അതായത് മുഹമ്മദ് എന്ന ആളും മക്കയും ഒക്കെ കെട്ടുകഥകളാണ് എന്ന് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നീട് മുഹമ്മദ് എന്ന ആൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ കുറിച്ചുള്ള തെളിവുകൾ വളരെ കുറവാണ് എന്ന ഒരു നിഗമനത്തെത്തി. അതിനെയാണ് നമ്മൾ റിവിഷനിസം എന്ന് പറയുന്നത്. മുഹമ്മദ് എന്ന ആളില്ല. ഇപ്പൊ ക്രിസ്തീയ അപ്പോളജിസ്റ്റുകളൊക്കെ പറയുന്നത് മുഹമ്മദ് എന്ന ആൾ തന്നെ കെട്ടുകഥയാണ്. അപ്പൊ അതിനെയാണ് റിവിഷനിസം എന്നാണ് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോ മുസ്ലിങ്ങൾ ചെയ്യുന്നത് അതിന് ട്രഡീഷണൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ റിവിഷനിസത്തിൽ പെടുന്ന പണ്ഡിതയാണ് ഈ പട്രീഷ്യ ക്രോൺ. പട്രീഷ്യ ക്രോണിന്റെ ശിഷ്യന്മാരും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ന്യൂട്രൽ ആയിട്ട് ഉള്ള ആളുകളിൽ പെട്ട ഒരാളാണ് അഹമ്മദ് അൽ ജലാദ്. അഹമ്മദ് അൽ ജലാദ് അദ്ദേഹത്തിന്റെ മതം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് ചരിത്രം ശാസ്ത്രീയപരമായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്. കല്ലുകളിൽ നിന്നും ഡേറ്റും ഒക്കെ ഉപയോഗിച്ച് അത് അപ്പോ അദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ശേഷിപ്പുകളുടെ ചിത്രങ്ങൾ അടക്കം അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ പേജിലുണ്ട്. ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ പേജിൽ അഹമ്മദ് അൽ ജലാദ് പബ്ലിഷ് ചെയ്ത പേപ്പറുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതല്ലാതെ വേറൊരു ധാരയുണ്ട്, അതായത് ഇസ്ലാമിക സോഴ്സസിലുള്ള സംഭവങ്ങൾ അതേപടി എടുക്കരുത്. ഈ ഉസ്മാൻ ഈ ഖുറാൻ ക്രോഡീകരിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ധാരയുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരാളാണ് ഈ ഷൂമേക്കർ എന്ന് പറഞ്ഞ ആൾ. അപ്പൊ അതിനകത്ത് കാണാം. പിന്നെ ഈ ഹദീസും മഹാ അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ജോഷുവ ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ യൂട്യൂബിൽ പരതി നോക്കുക, ഈ ചാനലിൽ പോയിട്ട് വീഡിയോ കാണുക, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ വരും. അപ്പൊ മറ്റു ചാനലുകളിൽ കാണാം. ഇതൊക്കെ ചരിത്രപരമാണ് കേട്ടോ. ഇതും ഇസ്ലാമുമായി ബന്ധമില്ല. ചരിത്രവും ഇസ്ലാമിക ചരിത്രവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോ ഞാനിപ്പോ ഒരുപാട് വിഷയങ്ങൾ കൂട്ടി കുറച്ച് പറയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എന്തായാലും ഞാനിപ്പോ ഒരു ആവശ്യത്തിന് പുറത്ത് പറഞ്ഞു. അതെ, അപ്പോ ഈ അതെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ചരിത്രം ഇപ്പൊ എന്നോട് സിന്ധു നദീതട സംസ്കാരവും ഹിന്ദു മതവും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി നോക്കും. സിന്ധു നദീ സംസ്കാരത്തിൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ ഇന്നത്തെ വിഗ്രഹവുമായി ബന്ധമുണ്ട്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ മുസ്ലിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അവർ പറയും വള്ളി പുള്ളി വ്യത്യാസമില്ല. അതാണ് അവരുടെ ആദ്യത്തെ ആർഗ്യുമെന്റ്. നിങ്ങൾ ഒരിക്കലും തുടക്കം തന്നെ അങ്ങനെ പറയരുത്. നിങ്ങൾ പരിശോധിച്ചിട്ട് തെളിവുകളുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമ്മതിക്കുന്നു, ക്രോഡീകരണം നടന്നിട്ടുണ്ട് ഖുറാന്റെ കാര്യത്തിൽ. കാരണം മാനുസ്ക്രിപ്റ്റുകൾ അതാണ് തെളിയിക്കുന്നത്. ഏതാണ്ട് നമ്മൾ മറ്റു പുസ്തകങ്ങളിലുള്ളതിനേക്കാളും കുറവ് വ്യത്യാസമേ കൺസണന്റൽ ടെക്സ്റ്റിലുള്ളൂ. അവര് ഇപ്പൊ വാക്ക് ക്രമം മാറ്റിയാലും വാക്ക് മാറ്റിയാലും പര്യായങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അത്രയും കൃത്യമായിട്ട് കോപ്പി എഴുതി വെച്ച് വളരെ കൃത്യമായിട്ട് അവര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തെറ്റുകൾ വരെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് തെറ്റുകൾ, ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള തെറ്റുകളും അല്ലെങ്കിൽ വാക്കുകൾ ഒരു ഒടിവും ചതവും ഒക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് അത്രയും കൃത്യമായിട്ട് ഒരു കോഡ് വന്നതിന് ശേഷം പിന്നെ അതിന്റെ കോപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നത് അത് മുസ്ലിങ്ങൾ പറയുന്ന ഒരു അവകാശവാദത്തിന് തെളിവാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ മഹാബദ്ധങ്ങളാണ്. ഞാൻ പറഞ്ഞ നേരത്തെ അതിന്റെ കൂടെ സൂചിപ്പിക്കേണ്ടത് ഈ ഹദീസുകളെ കുറിച്ച് ജോഷുവ ലിറ്റിൽ എന്ന് പറഞ്ഞ ആള് പറഞ്ഞൊരു കാര്യം, ഈ ഹദീസുകളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഇതിപ്പോ നേരത്തെ എനിക്കും അറിയാമായിരുന്നു. അത് വെച്ചാല് ചില ഹദീസുകളൊക്കെ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം 3 തവണ ചോദിക്കും. അതായത് ഒരു ചോദ്യം 3 തവണ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഉത്തരം പറയും. അത് അങ്ങനെ ഒരു സംഭാഷണത്തിൽ സംഭവിക്കും? ഇല്ല, അങ്ങനെ ഒരു സംഭാഷണത്തിൽ സംഭവിക്കില്ല. ഇത് നിങ്ങൾ ഈ ഹദീസിന്റെ സുന്ന.com മറ്റു ഹദീസുകളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും മുഹമ്മദിനോട് ഒരാൾ ചോദിക്കുന്ന രീതി തന്നെ മനുഷ്യര് തമ്മിലുള്ള സംഭാഷണം പോലെയല്ല, ഒരു കഥ പറച്ചില് പോലെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നരേഷനാണ്. അപ്പൊ ഈ കഥ പറച്ചിൽ എന്ന രീതി നമുക്ക് ചരിത്രത്തിൽ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് ഇസ്ലാമിക ചരിത്രത്തിലുടനീളം മുഹമ്മദ് ജനിച്ച വർഷത്തെ കുറിച്ച് ഇബ്നു ഇസാഖ് പറച്ചിലേ ഉള്ളൂ. അതെ, ഈ ആനക്കലഹം എന്ന വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്താണല്ലോ മുഹമ്മദ് ജനിക്കുന്നത്, ആ വർഷത്തിൽ ജനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ അതിനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ ഇബ്നു ഇസാഖ് എഴുതിയത് അതൊക്കെ അതിശയോക്തി കലർന്ന് പിന്നീടുള്ള ചരിത്രകാരന്മാര് ഈ ചരിത്രം ഇത് വീണ്ടും ഈ മുസ്ലിങ്ങൾ പറയുന്ന ഒരു യുക്തി ഇവിടെ പൊളി കിട്ടോ. അത് ഞാനിപ്പോ വീണ്ടും ഞാൻ പറഞ്ഞിങ്ങനെ വരുമ്പോ ഒരു ക്രമമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു തുമ്പും മാലുമില്ലാതെ പറയുന്ന പോലെ തോന്നും. പക്ഷെ നമുക്ക് വിശദമായിട്ട് ഞാൻ പിന്നീട് നമുക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് എല്ലാതും ക്രോഡീകരിച്ച് സ്ലൈഡുകളൊക്കെ കാണിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എന്തായാലും ഈ ഹദീസുകളും ചരിത്രവും ഏറ്റവും പഴയ സീറയും അല്ലെങ്കിൽ
മുഹമ്മദിന്റെ ജീവചരിത്രവും ഏറ്റവും പഴയ ഹദീസും അതിന്റെ കൈയെഴുത്ത് പ്രതി ഏത് കാലഘട്ടം വരെയാണ് ഉള്ളത് എന്ന് ഏതെങ്കിലും ഈ മദ്രസയിൽ പഠിച്ച വിശ്വാസിക്ക് അറിയും. ഏത് കാലഘട്ടം വരെയാണ് ഉള്ളത്? മുഹമ്മദിന്റെ കാലഘട്ടത്തോ അതിന് തൊട്ടടുത്ത കാലഘട്ടത്തോ ഉള്ള ഹദീസുകളോ ഇല്ല, ഇതോ ഇല്ല. ഖുറാൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഖുറാൻ മാത്രം ഏകദേശം 650 വരെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുറകിലേക്ക് പറയാൻ പറ്റും, ഖുറാൻ മാത്രം. ഇതില്ല. ഇനി അപ്പോ ഈ ഇബ്നു ഇസാഖ് എന്ന് പറഞ്ഞ ആൾ ചരിത്രം എഴുതി എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പറയുന്ന നമ്മളറിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല, അദ്ദേഹത്തിന് ശേഷം വന്നൊരു പുള്ളിയായിട്ടുള്ള ഇബ്നു ഹിഷാം എന്ന ആള് പറയുന്നു, ഇതിനു മുമ്പ് എന്റെ മുമ്പ് വന്ന ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതിയതിന്റെ തെളിവേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഒരുപാട് പുകമറ ചരിത്രപരമായിട്ട് ഇസ്ലാമിന്റെ പുറകിലുണ്ട്. ഇനി ഈ ഞാൻ ഭാഷയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, അത് ഈ സൗദി അറേബ്യയിൽ മുമ്പ് അറബി മാത്രമായിരുന്നില്ല ഭാഷ. 2-3 തരം എന്താ പറയാ രാജവംശങ്ങൾ തന്നെ വടക്കൻ അറേബ്യയിൽ ചിലരുണ്ട്. ഹിജാസ്, മക്ക, മദീന എന്ന് പറയുന്ന ഇവര് പറയുന്ന ഈ ഹിജാസില്ലേ, ഹിജാസ് എന്ന ആ പ്രദേശത്തിന്റെ പേര്, ഈ ഹിജാസിൽ വേറെ ഒരു തരം ആളുകളായിരുന്നു. കാരണം അറിയാലോ, നമുക്കറിയാം, അവര് നാടോടികളായിരുന്നു, ഈ മരുഭൂമിയിൽ അലഞ്ഞടന്ന ആളുകളായിരുന്നു. ഇവരൊക്കെ പലതരം ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. നബയറ്റിക്, അരാമയ, സഫിയറ്റിക്, പിന്നെന്താ ഈ അറബിക്കിന്റെ തന്നെ പഴയ വേർഷൻ ആയിട്ടുള്ള പേലിയോ അറബിക്, ഇങ്ങനെ ഒരുപാട് ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. അതായത് അതിന്റെ നമ്മളിപ്പോ സെമിറ്റിക് ഭാഷകൾ, ഇപ്പോ ഹീബ്രുവും അറബിയും അരാമിയും തമ്മിലുള്ള സാമ്യത പോലെയുള്ള സാമ്യതകൾ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ യമനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഉള്ള ഭാഷ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഭാഷയായിരുന്നു. ഹിമ്യാറിക്ക്, കത്തബാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേറെ ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭാഷയുടെ പരിണാമം വെച്ചിട്ടാണ് അഹമ്മദ് അൽ ജലാദ് പറയുന്നത്, ഈ കല്ലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത്? മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മുഹമ്മദിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ള ആളുകൾ അവര് പൂർണ്ണമായിട്ട് അന്ധതയിലായിരുന്നു, അല്ലെങ്കിൽ ജാഹിലിയ എന്ന് പറയുന്നുണ്ട്. അത് ഇദ്ദേഹം റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അവര് എഴുത്തുകുത്തുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് എഴുത്ത് എന്ന സംഗതിയിൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു. കല്ലിലൊക്കെ എഴുതി വെക്കാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. നിരവധി സ്ഥലത്ത് ഈ എഴുതി വെക്കുന്ന ആരാന്ന് പറയോ? ആട്ടിടയന്മാർ. അവര് അവരുടെ ഒട്ടകത്തെ തളിച്ചു കൊണ്ടുവതിനെ കുറിച്ചൊക്കെയാണ് എഴുതി വെക്കുന്നത്. അല്ലെങ്കിൽ അവര് അത് 4-ാം നൂറ്റാണ്ട് വരെ ഉള്ള സമയത്ത് ബഹുദൈവ അപ്പൊ അവരോട് പറയും, എന്നെ രക്ഷിക്കണേ ദൈവമേ, അല്ലെങ്കിൽ എന്റെ ദൈവം ഈ അപ്പുറത്തെ ഗ്രാമത്തിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ അപ്പുറത്തെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലും അവര് ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിന്റെ കാര്യം, ഇപ്പൊ പ്രാദേശികമായിട്ട് നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഉള്ള ചില കാടാമ്പുഴ ക്ഷേത്രം, ഇപ്പൊ ഗുരുവായൂരപ്പൻ, ഇതൊക്കെ എല്ലാവരെയും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു സ്വഭാവം അറബിയിലുണ്ടായിരുന്നു. ഈ 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഈ ദൈവങ്ങളെ വിളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് മിക്കവാറും ഒറ്റ ദൈവത്തിലേക്ക്, ഇപ്പൊ ലാത്തയും ഉസ്സയെയും മനാത്തെയും വിളിക്കുന്ന ആ സ്വഭാവം, ഇത് എവിടെയെന്നറിയാം, ഇത് ഹിജാസിൽ ഇല്ല കേട്ടോ. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ തെളിവുകളൊക്കെ കിട്ടിയത് കൂടുതലും ഇവര് പറയുന്ന മക്ക മദീനയുടെ പുറത്താണ്. മക്ക മദീന പ്രദേശത്ത് അധികം ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ തായിഫ് എന്നൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഈ കല്ലിലും ഇതിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ളതിൽ ഒരു അറേബ്യയിലും ജോർദാന്റെ ചില പ്രദേശങ്ങളിലൊക്കെ ഉടനീളം നമ്മൾ കാണുന്നത്, അവര് എപ്പോഴും തുടങ്ങുന്നത്, അവരുടെ എഴുത്തുകുത്തുകൾ തുടങ്ങുന്നത് തന്നെ ബിസ്മിക റബ്ബന, അതായത് ഇൻ ദി നെയിം ഓഫ് മൈ ലോർഡ് എന്നാണ്. ഇതില് അല്ലാഹു എന്നുള്ള ഒരു ദൈവത്തിലേക്ക് അവര് പിന്നീട് മാറുകയാണ്. ഇത് മുഹമ്മദിന് പുറകിലാണെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം. കാരണം മുഹമ്മദ് ജനിച്ച 570 മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരാൾക്ക് ഇസ്ലാമിൽ നിൽക്കുക എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. അങ്ങനെ തയ്യാറാവാത്തോണ്ടാണല്ലോ നമ്മൾ അവരെ മദ്രസ ജീവികൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അതെ. അപ്പോ അക്കാദമികമായിട്ടുള്ള പഠനങ്ങൾ മദ്രസയിൽ നടക്കാറില്ല. എനിക്കിത് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവരിപ്പോ ഇത് കൃത്യമായിട്ട് മാനുസ്ക്രിപ്റ്റും, അല്ലെങ്കിൽ ഇപ്പൊ മറ്റ് ആളുകളൊക്കെ ഇപ്പൊ ജെറുസലേമിൽ ഒക്കെ പോയിട്ട് അവിടെ കുഴിച്ചു നോക്കിയിട്ട് ബൈബിളിനെ കുറിച്ച് പഠിക്കുന്ന പോലെ
ഇവരിത് ഇവിടെ പഠിക്കുകയാണെങ്കിൽ തീർന്ന് അന്ന് പിന്നെ ഇസ്ലാം ഉണ്ടാവില്ല.